നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിഖിലിന്റെയും കല്യാണം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതേ അവൻ അവളെ വിവാഹം കഴിച്ചതിന്റെ തെളിവ് കാണിച്ചിട്ട. ഇപ്പൊ തെളിവായിട്ട് അവളുടെ വയറ്റിൽ അവന്റെ കുഞ്ഞും. മരിക്കാൻ പോയവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ ദർശന. ആ ദർശനയുടെ ജീവിതം വെച്ചാ നീയും നിന്റെ ഭാര്യയും കളിക്കുന്നത്. മര്യാദയ്ക്ക് നീ സത്യം പറ. ശ്രേയ നിന്നോടൊപ്പം തന്നെ ഇല്ലേ? വെറുതെ എന്റെ BP കൂട്ടാതെ. ഇനി നിഖിലിന് സ്വത്തോ പണവോ വേണമെങ്കിൽ വീണയ്ക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ തരാം. സ്വന്തം കുഞ്ഞിനെ വെച്ചു പോലും വിലപേശുന്നവളാണല്ലോ നിന്റെ കൂടെയുള്ളവള്. മനുഷ്യനെ പേടിപ്പിക്കാതെ നീ ഉള്ള സത്യം എന്താന്ന് വെച്ചാ പറയേ. അത് ശരി. എന്റെ മോളെ പിടിച്ചു വെച്ചിട്ട് എന്നോട് തന്നെ അവൾ എവിടെയെന്ന് ചോദിക്കുന്നു. ഞാനിപ്പ കാണിച്ചു തരാം. എല്ലാം വിട്ടൊഴിഞ്ഞ് പോയേക്കാമെന്ന് വിചാരിച്ചിട്ടും വെറുതെ വിടില്ലല്ലേ. ഞാനിപ്പ തന്നെ അങ്ങോട്ട് വന്നേക്കാം. ശ്രേയ വരാൻ തയ്യാറല്ലെങ്കിൽ തൂക്കിയെടുത്ത് കാറിലിട്ടോണ്ട് വരാനും എനിക്കറിയാം. പിന്നെ അവള് വന്നില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിട്ട് അവളെ തീർത്ത് കളയാൻ എനിക്കൊരു മടിയുമില്ല. രാവിലെ പോലീസിൽ പരാതി കൊടുക്കാനിരുന്നതാ. എന്തിനാ പോലീസ്? സ്വന്തം മോളെ എന്റെ അടുത്ത് കൊണ്ടുവരാൻ പവിത്രന് ഒരുത്തന്റെ ഒരു സഹായവും വേണ്ട. കുര്യജ, വണ്ടി എടുക്ക്. നമുക്കിപ്പൊ തന്നെ മരുവത്തൂരിലേക്ക് പോണം. വേണ്ട, ശ്രേയ അവിടെ തന്നെയുണ്ട്. ഒരിക്കലും ഫോൺ അവിടെ വെച്ചിട്ട് അവൾ എങ്ങും പോവില്ല. ഇത് നമ്മളെ അങ്ങോട്ട് വരുത്താനുള്ള സുമംഗല തങ്കച്ചിയുടെ അടവാ. ഒന്നാമത് നിങ്ങൾ ഇവിടെ കുടിച്ചു മറിഞ്ഞു കിടന്നപ്പോ ഞാൻ മരുവത്തൂരിലേക്ക് നിഖിലിനെ കൈയോടെ പൊക്കാൻ ആളെ വിട്ടിരിക്കുക. നിഖിൽ അറിയാതെ ശ്രേയ എങ്ങോട്ടും പോവില്ല. അവനെയും കൊണ്ട് ആളിപ്പോ ഇങ്ങെത്തും. അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അത് മതി. ഇപ്പൊ അങ്ങോട്ട് പോയി നമ്മൾ കയറുന്നത് ബുദ്ധിയല്ല. നീയൊന്നും വരണ്ട. ഈ പവിത്രൻ ഒറ്റയ്ക്ക് മതി. ഞാൻ പോയി എന്റെ മോളെ കൊണ്ടുവരും. ഇനിയൊന്നും നോക്കാനില്ല. നീ പോലീസിനെ വിളിക്ക. നീ നിന്റെ അങ്കിളിനെ തന്നെ വിളിക്ക. ശ്രേയ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നും അങ്ങനെ തന്നെ പറയണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. എവിടെ നോക്കിയാണോ? വണ്ടി എടുത്ത് മാറ്റാ. എന്നോട് ഇങ്ങോട്ട് നടക്കടാ.
വിടറാ. എടാ, എന്നെ വിടാൻ. ആ. ദർശനെ, നീ നിന്റെ പോലീസ് അങ്കിളിനെ വിളിച്ച് ശ്രേയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ മണിക്കൂർ 2 കഴിഞ്ഞു. ഒന്നാമത് രാത്രി, പോരാഞ്ഞിട്ട് ഗർഭിണിയും. പിന്നെ എനിക്ക് പേടിയുള്ളത് അവള് മരിക്കാൻ പോയടത്തു നിന്നല്ലേ നീ കൂട്ടിക്കൊണ്ടു വന്നത്. വീണ്ടും എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കാൻ തോന്നിയാലോ? ആ നിഖിലും യതിയും പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചത് പോലുമില്ല. അവളുടെ കൂട്ടുകാരിയും മീനുന്റെ അടുത്തും രൂപേഷേട്ടൻ പോയി അന്വേഷിച്ചതാ. പക്ഷെ അവിടെ എങ്ങും ശ്രേയ ചെന്നിട്ടില്ല. ഏതായാലും ഞാൻ കരുണനങ്കിളിനെ ഒന്നുകൂടി വിളിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ അങ്കിൾ ഇങ്ങോട്ട് വിളിക്കേണ്ടതാ. ഹലോ. ആ അങ്കിളെ, ശ്രേയയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ അറിയിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവർ സെർച്ചിങ് തുടരുന്നുണ്ട്. ദർശന പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ സംശയം വെറും സംശയം മാത്രമാണ്. ശ്രേയയെ നിഖില് തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയതാണെങ്കിലോ? ആ വഴിക്കൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് ഒരു സാധ്യതയും ഇല്ല അങ്കിൾ. നിഖിലും ശ്രേയയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്ന് രൂപേഷേട്ടന്റെ അമ്മ സമ്മതിച്ചതല്ലേ? ഉറപ്പും കൊടുത്തതാ. പിന്നെന്തിനാ അവര് നാട് വിടുന്നത്? അത് മാത്രമല്ല, ശ്രേയ മിസ്സിംഗ് ആണെന്ന് ആദ്യം പറഞ്ഞത് നിഖില. ശ്രേയ അന്വേഷിച്ച് അപ്പോഴേ അവൻ സ്കൂട്ടറും എടുത്ത് ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. അതവന്റെ അടവാണെങ്കിലോ? എന്റെ മോളെ ഗർഭിണിയായതും വധുവിനെ മാറ്റിയതും ഒക്കെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ അറിയുന്നത് അവർക്കത് മാനക്കേടല്ലേ? നേരത്തെ ഇറങ്ങി ഏതെങ്കിലും സ്പോട്ടിൽ വെയിറ്റ് ചെയ്യാൻ ശ്രേയയോട് പറഞ്ഞിട്ട് ശ്രേയയെ അന്വേഷിച്ചു പോവുകയാണെന്ന് ധാരണ സൃഷ്ടിച്ച് എസ്കേപ്പ് ആയതാണെങ്കിലോ? അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ?